നീ ജീവൻ പഠിപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി ഞങ്ങൾ ലക്ഷ്യത്തിന് പറഞ്ഞു വിട്ടേക്കാം. നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെന്നണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇല്ലേ? ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെന്നണ. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷെ വളരെ അസുഖകരമായൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. പ്രസവത്തിനിടയിൽ യുവതി മരിച്ചു. അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതി, അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സാരീതിയുടെ പിന്നാലെ പോകും, അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെ പേരിൽ മോഡേൺ മെഡിസിന്റെ ചികിത്സാരീതികളെ തള്ളിപ്പറഞ്ഞ് വീട്ടിൽ പ്രസവം എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. കുറച്ചാൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോട് ബന്ധപ്പെട്ട് വീട്ടിലാണ് പ്രസവം നടന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ചേരുന്നത്. അപ്പോൾ ആ സമയത്ത് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിയമപരം വേണ്ടത് കൊടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിലാണെങ്കിൽ ആ ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടുള്ള ബർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായിരുന്നു. അതിനിടയിൽ വന്നൊരു കമന്റ് എന്റെ കണ്ണിൽപ്പെട്ടതാണ്. പ്രകൃതിയുടെ രീതികൾക്ക് കീഴടങ്ങിയ സഹോദരിക്ക് അഭിവാദ്യങ്ങൾ. അതിട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരു മതവിശ്വാസി. ഈ മതവിശ്വാസം എന്ന് പറയുന്നത് എനിക്കൊന്നും പറയാനില്ല ആ വിഷയത്തെക്കുറിച്ച്. പക്ഷെ അതുപോലുള്ള ചിന്താഗതികളുടെ പുറകെ പോവുക. അതേപോലെ തന്നെ ഇതുമാതിലെയുള്ള അക്യുപങ്ക്ചർ പോലുള്ള, അല്ലെങ്കിൽ കാന്ത ചികിത്സ, കുന്തം, കുറുവടി, അതുപോലുള്ള ഈ സ്യൂഡോ സയൻസുകളെ ഇതിന്റെയൊക്കെ പിന്നാലെ പോയി ജീവൻ നഷ്ടപ്പെട്ടൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. മലപ്പുറത്താണ് സംഭവം നടന്നത്. സിറാജുദ്ദീൻ എന്ന വ്യക്തിയുടെ ഭാര്യ 6 മണിക്കെന്താണ് പ്രസവം നടക്കുന്നത്. അതിനുശേഷം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അങ്ങനെ ആ യുവതി മരണത്തിന് കീഴടങ്ങി. പിന്നീട് ആംബുലൻസിൽ ഈ യുവതിയുടെ ശരീരം ജനിച്ചു വീഴുന്ന കുഞ്ഞുണ്ടെന്ന് ഓർക്കണം. അതിനെയുമായിട്ട് ഈ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളെ ഏതോ പള്ളിയിൽ ഉസ്താദ് എന്നൊക്കെയാണ്, കാസർഗോഡിലെ ഏതൊരു പള്ളിയിൽ ഉസ്താദ് എന്ന അയൽവാസി പറയുന്നുണ്ട്. ഇയാള് പെരുമ്പാവൂർ ഒരു ആംബുലൻസിന് കൊണ്ടുവന്ന് ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്, ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇയാൾ കൊണ്ടുവന്നത്. ഇനിയിപ്പോ ബന്ധുക്കള് പോലീസ് കേസെടുത്തിരിക്കുന്നു, അതിന്റെ പിന്നാലെ പോകുന്നു. ഇപ്പൊ ഇയാൾ തിരിച്ചെന്തോ പരാതി കൊടുക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നാട് ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലാണോ, അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിലാണോ എന്നാണ് എന്റെ സംശയം. ഇത് എത്രാമത്തെ ഇൻസ്റ്റൻസ് ആണ് ഇതേപോലെ നടക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ഹോസ്പിറ്റലായിരുന്നു. രണ്ടാമത്തെ 2 വീട്ടിൽ വെച്ച് നടന്നത്. മൂന്നാമത്തേത് ഇതിപ്പോ മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 വീട്ടില്, ബാക്കി 3 ആദ്യത്തെ 2 ആശുപത്രിയില്, ഇപ്പോഴത്തെ 3 വീട്ടില്. ആരും മക്കള് ഉണ്ടാവും. ഭാര്യ നമ്മൾ ആരും ഇവിടെ കണ്ടിട്ടില്ല. കുട്ടികൾ ഇപ്പോൾ വൈകുന്നേരമൊക്കെ വരികയാണ് ഇവിടെ മുറ്റത്ത് ഇങ്ങനെ കളിച്ച് നിൽക്കുന്നുണ്ടാവും എന്നല്ലാതെ ഭാര്യ വല്ലൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വലിയ കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്നത്? ചെറിയ കുട്ടികളാണ്. എത്ര മക്കളുണ്ട്? 4 മക്കളാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. 2-3 കുട്ടികളിവിടെ കണ്ടിട്ടുണ്ട്. 4 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. അതിൽ സ്കൂളിൽ പോകാൻ പ്രായമായൊരു കുട്ടിയില്ലെങ്കിൽ സ്കൂളിൽ വിടാത്തതാണെന്നറിയില്ല. പക്ഷെ ഇവർ പറയുന്നത് ചെറിയ കുട്ടികളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കുട്ടികൾ, ഇപ്പം 5ാമത്തെ കുട്ടിയുടെ കാര്യം. 5 വയസ്സാകുമ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾ വിടുക, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വിടുന്നതല്ലോ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിൽ ഓരോ പ്രസവം, തുടർച്ചയായുള്ള പ്രസവം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. ഈ അത്യാവശ്യം ഡോക്ടർമാരും അതേപോലെ തന്നെ നമ്മളുടെ ആരോഗ്യ രംഗത്തുള്ള ആളുകൾ നമുക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താ? എണ്ണം കൂട്ടണമല്ലോ. ഈ മത നേതാക്കൾക്കും സാമുദായിക നേതാക്കളും ഒക്കെ തലയെണ്ണം വോട്ടെണ്ണി കാണിച്ചിട്ട് വേണം വിലപേശാൻ. ഇത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ചിന്താഗതിയാണ്. നമ്മളിപ്പോൾ ആദ്യം 2 കുട്ടികൾ മതി, ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. 1 കുട്ടി മതി എന്നുള്ള തീരുമാനം, നാം ഒന്ന് നമുക്കൊന്ന് എന്ന രീതിയിൽ ഒക്കെ വന്നു. അതിനെ കളിയാക്കിക്കൊണ്ട് പണ്ട് ഉണ്ടായൊരു സംഭവമാണ് കേട്ടോ. നാം 2 നമുക്ക് 2, നാം 1 നമുക്കൊന്ന്, നാം 1 നമുക്ക് വേണ്ട എന്ന രീതിയിലൊക്കെ കളിയാക്കി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ. അതെല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് കേട്ടോ. എണ്ണം കൂട്ടി കാണിക്കണം എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്നവര് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമൊന്നുമല്ല. ഇപ്പം 5ാമത്തെ പ്രസവത്തിലാണ് ഈ കോംപ്ലിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത്. അവർ പിന്തുടർന്ന ചികിത്സാ രീതി അക്യുപങ്ക്ചർ. ഈ നേരത്തെ സംസാരിച്ച സ്ത്രീ പറയുന്നുണ്ട്, ഈ അസ്മ എന്ന് പറയുന്ന പെൺകുട്ടി, മരണപ്പെട്ട പെൺകുട്ടി അക്യുപങ്ക്ചർ ചികിത്സാ രീതി പഠിച്ചതാണ്. ഈ അക്യുപങ്ക്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ. സിറാജിനും അറിയാം, കുറച്ചൊക്കെ അറിയാം അക്യുപങ്ക്ചറിന്റെ കാര്യം. അസ്മ പഠിച്ചിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ്. ഈ സർട്ടിഫിക്കറ്റ് ഇടുന്ന കോഴ്സിന് പിന്നാലെ വന്ന ആൾക്കാരുടെ എണ്ണമല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വെറും സർട്ടിഫിക്കേഷൻ അല്ല, 6 മാസം അല്ലെങ്കിൽ 2 മാസം 1 മാസം ഒക്കെ വല്ല കോഴ്സിന് പോയിട്ട് സിദ്ധ ചികിത്സ, അക്യുപങ്ക്ചർ, പിന്നെന്താ രക്തം വലിച്ചെടുക്കുന്ന, ഒരു കപ്പൊക്കെ വെച്ച് രക്തം വലിച്ചെടുക്കുന്ന ചികിത്സ, രക്തം ഊറ്റിയെടുക്കുന്ന ചികിത്സ, കാന്ത ചികിത്സ. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ വർക്കൗട്ട് ചെയ്തിട്ട് പോകുന്ന ജിമ്മുണ്ട്. അതിന്റെ ആദ്യ ഫ്ലോറിൽ തന്നെ
ഇതുപോലുള്ള സകലമാന ഉഡായിപ്പ് ചികിത്സാ രീതികളുടെയും ഒരു സെന്റർ ഉണ്ട്. ഒരൊറ്റ ഡോക്ടറാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്നല്ല ഞാൻ പറയുന്നത്, ചികിത്സകൻ. ഡോക്ടർ എന്ന് പറയാനുള്ള ഒരു യോഗ്യതയുമില്ല. മുറിവൈദ്യം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന ഒരാൾ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ നെഞ്ചത്ത് കയറാൻ വരും. അതും ഈ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസക്കുറവ് അല്ലെങ്കിൽ അറിവിന്റെ കുറവ് കൊണ്ടൊക്കെയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. നല്ല അറിവുള്ള, ബോധമുള്ള. കഴിഞ്ഞ ദിവസം ഒരു അസോസിയേഷന്റെ ഗ്രൂപ്പിൽ, മലയാളി അസോസിയേഷന്റെ ഗ്രൂപ്പിൽ ഒരു ചോദ്യമാണ്, ഏതോ ഒരു ഉഡായിപ്പ് വൈദ്യൻ അയാളുടെ രീതി കൊണ്ട് ഏത് രീതിയിലുള്ള, ഏതവസ്ഥയിലുമുള്ള, ഏത് സ്റ്റേജിലുമുള്ള ക്യാൻസറുകൾ മാറുമെന്ന് അറിയുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നെഗറ്റീവായാലും പോസിറ്റീവായാലും. നമ്മുടെ മുന്നിൽ എത്രയോ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകനായിരുന്ന സിദ്ദിഖ് മരിച്ചത് ഇതുപോലുള്ള ചികിത്സാ രീതികളുടെ പിന്നാലെ പോയതാണ്. സലിംകുമാർ ഒരിക്കലും പറയുന്നുണ്ട്, നടൻ സലിംകുമാർ ഏത് രീതിയിലുള്ള, ഏത് ലെവലിലുള്ള ഈ ക്യാൻസർ മാറ്റുന്ന വൈദ്യനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തമിഴ്നാട്ടിലുള്ള ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലാണ്. എങ്ങനെ ഇരിക്കുന്നു? എല്ലാ രീതിയിലുള്ള അസുഖം മാറ്റാമെങ്കിൽ അയാൾക്കത് മാറ്റാൻ പാടില്ല. ഞാൻ പറയുന്നത് ഡോക്ടർക്ക് അസുഖം വരാൻ പാടില്ല എന്നുള്ള, പക്ഷെ ഇതേപോലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചികിത്സാ രീതികൾ 6 മാസം 3 മാസമുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഇത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തന്നെ ചൊറിഞ്ഞുകൊണ്ട് വരും. ഹോമിയോപ്പതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞാൽ, അക്യുപഞ്ചർ, കാന്ത ചികിത്സ, ശബ്ദ ചികിത്സ, പിന്നെന്തുവാ ചോര ഊറ്റി കുടിക്കുക, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ ഉഡായിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ കടിച്ചു കയറാൻ പറ്റും. നമ്മുടെ അടുത്ത് കടിച്ചു കയറിയാലും കാര്യമില്ല, അത് പറയാനുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ആ വാർത്തയിൽ അവർ പറയുന്നത് കേട്ടു നോക്കാം. അതുകൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇവരൊക്കെ ചവിട്ടിക്കൂട്ടാൻ തോന്നണത്. കുഞ്ഞിനെയും ഈ ജനിച്ച ഉടനെ തന്നെ ഈ കുഞ്ഞിനെ നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കാതെ കുഞ്ഞുമായി ഇത്രയും മണിക്കൂറുകളോളം ആംബുലൻസിൽ സിറാജുദ്ദീൻ ഇങ്ങോട്ട് വന്നു. അതിനുശേഷം ഈ ബന്ധുക്കൾ ഇടപെട്ടാണ് കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞിപ്പോൾ ആശുപത്രിയിലെ ICUയിൽ ചികിത്സയിലാണ്. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. ആ കുഞ്ഞിനെ വെച്ചിട്ടാണ് ഈ പരമദുഷ്ടൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത്, മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരേക്ക്. ആ കുഞ്ഞിനെ ചികിത്സ കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തണ്ടേ? സുരക്ഷിതമായിരിക്കുന്നു, സന്തോഷം. ആരോഗ്യം കുഴപ്പമൊന്നുമില്ല എന്നറിയുന്നു, സന്തോഷം. പക്ഷേ ഈ രീതിയിലേക്ക് ഇവർ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നിട്ട് എന്താ ശ്വാസം മുട്ടലാണ്. വീട്ടുകാരെ വിളിച്ചവരുടെ കോംപ്ലിക്കേഷൻ ഇവിടെ എത്തിയതിനു ശേഷം മരണപ്പെട്ട രീതിയിലുള്ള അവതരിപ്പിച്ചു. നാട്ടുകാർ പിടിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഇവിടെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി. അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് തന്ന് ഇവിടെ കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അടുത്ത് ഞാൻ കിടക്കട്ടെ നോക്കിയാണെന്ന്. പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. ഇങ്ങോട്ട് പ്രസവത്തിന് അങ്ങനെ. നീ എത്ര മണിക്കാ മറ്റേ തള്ളനെ വിളിച്ചേ? കുറെ മണിക്ക് സമയം നോക്കി. അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേൾക്കുക. കിടന്നു, ഞാൻ വിളിക്കാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ കിടന്നു ശേഷം പിന്നെ നോക്കിയപ്പോ അണങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ അണങ്ങളിലാന്ന് വന്നപ്പോ ശ്വാസം മുട്ട് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. പ്രസവം എടുക്കുന്ന അവരുടെ വണ്ടി അതിന് വിളിച്ചായിട്ട് വണ്ടി ഉണ്ട്, അവരുടെ വണ്ടി ഉണ്ട്. അവരുടെ വണ്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടിയാ വിളിച്ചത്. എല്ലാം ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോട്ടുണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്തുനിന്ന് അറിയേണ്ടത്. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. മറ്റേ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതെ. നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോഴിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താക്കണം. ഞങ്ങളിതൊക്കെ ഇതിനെ പറഞ്ഞു വിട്ടേക്കാം. നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെന്നണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു ഇല്ലേ? ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെന്നണ. അവൻ തന്നെ ഇതേമത്തെ ഉടായ്പാണ് ചുട്ട വഴിയെ പറപ്പിക്കുക. ഇപ്പോഴതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരെ കുറിച്ച് ഓർത്തിട്ടാ
എത്രയോ കാലമായിട്ട് ഇത് നാട്ടിൽ പറയുന്ന ഇതുപോലുള്ള ഉടായ്പകളുടെ പിന്നാലെ പോവല്ലേ എന്ന് പറഞ്ഞാലും ആളുകൾക്ക് മന്ത്രവാദം, ഉടായ്പ ചികിത്സാ രീതികൾ, ഇതൊക്കെയാണ് ആളുകൾക്ക് പദ്യം. ഇത് എത്ര എക്സാമ്പിൾ കിട്ടിയാലാണ് പഠിക്കാന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇതിന്റെ വാർത്തയിൽ പറയുന്നുണ്ട്, പ്രത്യേകത്ത് പറയുന്നുണ്ട് ഇത് ഏത് ടൈപ്പുള്ള ചികിത്സാ രീതിയാണെന്നുള്ളത്. ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. 6 മണിക്ക് പ്രസവിച്ച് രക്തസ്രാവത്തെ തുടർന്ന് 9 മണിയോടെ മരിച്ചു. അശാസ്ത്രീയ ചികിത്സാ രീതിയിലൂടെ വീട്ടിനുള്ളിൽ വെച്ച് വേദന തിന്നാണ് ജീവൻ വെടിഞ്ഞത്. അശാസ്ത്രീയമായ ചികിത്സാ രീതി ആ വേദന തിന്ന പെണ്ണിനെ കൊലക്ക് കൊടുത്തു. അശാസ്ത്രീയമായ ചികിത്സാ രീതിയാണെന്ന് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെന്റർ ഉണ്ടല്ലോ, ഈ പറയുന്ന ഉടായ്പ ചികിത്സാ കേന്ദ്രം, എത്ര ആളുകൾ അവിടെ അതിരാവിലെ വന്ന് കൂടുന്നതെന്ന് അറിയാവോ? എത്ര എണ്ണ വരുന്ന അറിയാമോ? സങ്കടമുണ്ട് പറയട്ടെ, കാരണം ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് പറയാൻ പാടില്ല. പക്ഷെ എങ്കിലും പറയാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആൾക്കാരവിടെ വരുന്നത്. ഇവർ ഇത്തരം ചികിത്സാ രീതികളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പ്രകൃതി ചികിത്സ, മറ്റേത് മറിച്ചത്, വാക്സിൻ എടുക്കാൻ പറഞ്ഞാൽ അതിനെതിരെ ഇറങ്ങും. മോഡേൺ മെഡിസിൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ ഉടായ്പിന് ഭയങ്കര സ്വീകാര്യതയാണ്. പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് എവിടെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ഓർമ്മ ഒന്നുകൂടി പറയാണ്. മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ സമയത്ത്, അതാണ് ഏറ്റവും വലിയ മാറ്റം മനുഷ്യൻ വന്നിട്ടുള്ളത്. മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ സമയത്ത് അവന്റെ നടപ്പിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന സംഭവമാണ് ശരീരത്തിലെ ഈ ഇടുപ്പെല്ല് എന്ന് പറയുന്ന ഭാഗം. ഈ ഇടുപ്പെല്ല് ചെറുതായി നടക്കാനുള്ള പരിണാമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം സൃഷ്ടിവാദത്തിന്റെയും മണ്ണ് കുഴച്ചുണ്ടാക്കിയതിന്റെയൊക്കെയാണ് നമ്മൾക്കുള്ള വിശ്വാസം. പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഇടുപ്പെല്ല് ചെറുത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. കാരണം ഈ ഇടുപ്പെല്ലിനിടയിലൂടെയാണ് പ്രസവത്തില് കുഞ്ഞു പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവരനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇത്രയും വേദന അല്ലെങ്കിൽ പ്രസവ വേദന എന്ന വാക്ക് നമുക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദന എന്ന രീതിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗർഭധാരണം അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ്സാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിന്റെ ഒരു പ്രോപ്പർ ടേം തന്നെ ഓബ്സ്റ്റട്രിക്കൽ ഡിലേമ എന്നാണ്. പ്രസവ സമയത്തുണ്ടാകുന്ന ഈ വൈഷമ്യം വളരെ കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് കുറെ കാലഘട്ടത്തോളം പ്രസവത്തിൽ ഒന്നുകിൽ കുഞ്ഞു മരിച്ചുവും അല്ലെങ്കിൽ അമ്മ മരിച്ചുവും അല്ലെങ്കിൽ രണ്ടുപേരെയും ലഭിക്കാത്ത സാഹചര്യം വരും. അങ്ങനെയുള്ള ഒരുപാട് കേസുകളിൽ നിന്ന് കുറച്ചുകൂടി സുരക്ഷിതമായ രീതിയിലേക്ക് വന്നത് മോഡേൺ മെഡിസിന്റെ ഡെവലപ്മെന്റോട് കൂടിയാണ്. ഇതിന്റെ സാധ്യതകൾ നേരത്തെ മനസ്സിലായി. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് രക്തസ്രാവത്തിലൂടെയുള്ള പ്രശ്നങ്ങളാണ്. വലിയ ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്ന മരണം. പല രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഗർഭപാത്രത്തിലേക്ക് വരുന്ന രക്തക്കുഴൽ അത് കുറച്ച് ടെമ്പററി ആയിട്ട് ടൈ ചെയ്യും. ഇനി അതിൽ നിന്നില്ലെങ്കിൽ ഗർഭപാത്രം മാറ്റേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ ഒരേപോലെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഇത് അത്യാവശ്യം സാമാന്യം കഴിവുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പരിചയസമ്പത്തുള്ള ഡോക്ടർമാർക്ക് ഇത് കുറച്ച് നേരത്തെ മനസ്സിലാവുന്നിടത്താണ് കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കപ്പെടുന്നത്. എന്ന് വെച്ച് മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ ഈ അടക്കം മരണം സംഭവിക്കുന്നില്ല എൻ്റെ അർത്ഥം. പക്ഷെ മരണനിരക്ക് കുറക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യത്തിനാണ് ഈ സൂചിക്കുത്തു പോലെ അക്യുപഞ്ചർ പോലെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ രീതിക്ക് കീഴടങ്ങുക ഒന്നും പറയാൻ തോന്നുന്നില്ല. അതുപോലെ ഉഡായ്പ പരിപാടികൾ വെച്ച് വീട്ടിൽ വെച്ച് പ്രസവം നടത്താനായിട്ട് വലിയ അഭിമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് വലിയ അഭിമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ വെച്ച് പ്രസവിച്ചു എന്ന് പറയുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ സുരക്ഷിതമാക്കുന്നിടത്താണ് നിങ്ങൾ അഭിമാനം കൊള്ളേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പ്രസവം നടത്തിയത്, ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും പോകേണ്ടത്, ഇതൊന്നും വലിയ അഭിമാനിക്കേണ്ട ഒരു കോപ്പുമില്ല ഇതിനകത്ത്. ഇനി ഇവരൊക്കെ പരിണാമം സംഭവിക്കാത്ത ആളുകളാണ്. സത്യം, സൃഷ്ടിവാദത്തിൽ ഈ കാര്യത്തിൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കും. കളിമണ്ണ് ഉരുട്ടി ഉണ്ടാക്കിയതാണ്, ശരീരമല്ല തലച്ചോറ്, കളിമണ്ണ. അത് ഞാൻ വേണം സൃഷ്ടിവാദം അംഗീകരിച്ചു തരാം. തലച്ചോറിൽ കളിമണ്ണുള്ളവരാണ് ഇതുപോലെ ഉഡായ്പിന്റെ പിന്നാലെ പോയിട്ട് ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവനൊക്കെ അപകടത്തിലാക്കുന്നത്. കൊലപാതകികളാണ് നിങ്ങൾ, കൊലപാതകികൾ. ഈ മനഃപൂർവ്വമുള്ള നരഹത്യക്കെതിരെ കേസെടുക്കണം. ആ പെണ്ണിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ല, എന്നിട്ട് വിളിച്ചതേറാണ് പ്രസവം എടുക്കുന്ന ഉമ്മയോ, ഏതൊരു ഉമ്മ, വയറ്റാട്ടിയോ മറ്റോ ആയിരിക്കും, അവരെ വിളിച്ചിരിക്കുന്നു. എന്ന് അപ്പം തന്നെ ആ പെണ്ണിനെ എടുത്ത് ആംബുലൻസിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? അത് ചെയ്തില്ല അവൻ. ഇതിനൊക്കെതിരെ മനഃപൂർവ്വം നരഹത്യം, ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മരണത്തിന് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണം. പ്രിയപ്പെട്ടവരെ, പ്ലീസ്, ഇത് കാണുന്നവരോടാണ്, ദയവേത് ഇതുപോലുള്ള അശാസ്ത്രീയതകളെ പിന്തുണക്കരുത്. ഇതുപോലുള്ള ഉടായ്പ ചികിത്സകർക്ക് ദയവേത് പ്രചാരം കൊടുക്കരുത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.